നമുക്കിന്ന് കടുക്ക നിറച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ കടുക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം തന്നെ ഇതിൻ്റെ പുറം ഭാഗം നന്നായി ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കടുക്കയാണിത്. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് പിളർത്തിയെടുക്കണം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയി പോവാത്ത വിധത്തിൽ വേണം പിളർത്തിയെടുക്കാൻ. ഇത് 2 ദിവസം ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പിളർന്ന് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി ക്ലീൻ ചെയ്യണം. ഞാനിവിടെ ഇതിൻ്റെ ഉൾഭാഗം കൂടി ക്ലീൻ ചെയ്ത് വെച്ച കടുക്കയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാനിത് 6 മണിക്കൂർ കുതിർത്ത് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ച പുഴുക്കലരിയാണ്. ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 3-4 പച്ചമുളകും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊരു മിക്സിയിലോ ഗ്രൈൻഡറിലോ നന്നായി അരച്ചെടുക്കണം. കഴിയുന്നതും തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാനിവിടെ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി തിക്കാവണം. ഇതിലേക്ക് കുറച്ച് റൈസ് പൗഡറോ പത്തിരി പൗഡറോ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് വാട്ടിയാണ് എടുക്കുന്നത്. ചൂടായ ഫ്രൈ പാനിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അധികം തിക്കാവരുത്. അധികം തിക്കായാൽ നമ്മുടെ അപ്പം കട്ടിയായി പോവും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിക്കോളും. ഇത് തണുത്തതിന് ശേഷം ഒരു ബൗളിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അറിയുന്ന വീട്ടമ്മമാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അറിയാത്ത കുറേ പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കാം. ഇനി കടുക്ക നിറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ ചെറിയൊരു ബോൾസ് ആക്കിയെടുത്ത് മാവ് ഇങ്ങനെ അകത്ത് നിറച്ച് കൊടുക്കണം. കൂടുതലുള്ള മാവെടുത്ത് നല്ല ഷേപ്പാക്കി ഇങ്ങനെ നിറച്ച് വെക്കണം. ഇപ്പോൾ നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ കടുക്കയിലും ഇങ്ങനെ മാവ് നിറച്ചു കൊടുക്കാം. ഞാനിത് എല്ലാ കടുക്കയും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് സ്റ്റീമായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിൻ്റെ തോട് മാറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരുംജീരകം പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അധികം ലൂസുമാവരുത്, അധികം തിക്കുമാവരുത്. ആ ഒരു പാകത്തിന് വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ തോട് ഇതിൽ നിന്നും മെല്ലെ മാറ്റിയെടുക്കണം. കടുക്ക വിട്ടുപോവാത്ത വിധത്തിൽ വേണം തോട് മാറ്റിയെടുക്കാൻ.
ഇതിൻ്റെ തോടിൽ കടുക്ക ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അത് മെല്ലെ ഇളക്കി കൊടുക്കണം. കടുക്ക വിട്ടുപോവരുത്. ഇങ്ങനെ എല്ലാ തോടും നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ തോടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കടുക്ക വിട്ടുപോവാത്ത വിധം ഇങ്ങനെ ബാറ്ററിൽ മുക്കിയെടുക്കണം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. പിന്നെ മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം, അധികം സ്പൈസി വേണമെങ്കിൽ. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇത് ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ 3 സൈഡും മൊരിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നല്ല ടേസ്റ്റിയായ കടുക്ക നിറച്ചത് റെഡി. താങ്ക് യു.